Michael is my brother. I love him a great deal, but I cannot and I will not be a silent collaborator of his crimes against small innocent children. And if I remain silent, then that means that I feel the guilt and the humiliation that these children are feeling, and I think it's very wrong. I have seen checks payable to the parents of these children, and I don't want to see any more innocent small children being affected this way. 1993 മൈക്കിൾ ജാക്സന്റെ സഹോദരി മൈക്കിളിനെതിരെ കൊടുത്തൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. തൻ്റെ സഹോദരൻ ചെയ്ത തെറ്റിന് കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നും ഒരിക്കലും പൊറുക്കാനാവാത്തൊരു വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്നും അവർ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതിന് പരിഹാരം എന്ന വണ്ണം കുറെ പണം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പണം നൽകിയാൽ തീരാവുന്ന ഒരു തെറ്റാണോ മൈക്കിൾ ചെയ്തത്? യഥാർത്ഥത്തിൽ മൈക്കിൾ ജാക്സൺ ഒരു വില്ലനാണോ? ചെറുപ്പത്തിൽ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും ലഭിച്ച ശാരീരികവും മാനസികവുമായ ചില പീഡനങ്ങളിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായ ഒരു മാറ്റമായിരിക്കുമോ ഇത്? അതോ എപ്പോഴോ മനസ്സിനെ ബാധിച്ച ഒരു മാനസിക വൈകൃതം അദ്ദേഹത്തെ ഇങ്ങനെയാക്കി മാറ്റിയതായിരിക്കുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ചില കാരണങ്ങളുണ്ട്. മൈക്കിളിൻ്റെ പേഴ്സണൽ ഫാമായ നെവർലാൻഡിൽ അങ്ങനെ ചില കൗതുകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ റിയൽ സൈസിലുള്ള ആൺകുട്ടികളുടെ സിലിക്കൺ പാവകളുണ്ട്. കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന ചില വസ്തുക്കളുമുണ്ട്. 2700 ഏക്കർ പരന്നു കിടക്കുന്ന നെവർലാൻഡ് റാഞ്ചിൽ പൂന്തോട്ടങ്ങളോടൊപ്പമുള്ളത് കുട്ടികൾക്ക് വേണ്ടി സൃഷ്ടിച്ചതായി തോന്നുന്ന ഒരു വലിയ അമ്യൂസ്മെന്റ് പാർക്ക് തന്നെയാണ്. അതിൽ കൂടുതലും ആൺകുട്ടികൾക്ക് പ്രിയം തോന്നുന്ന റൈഡുകൾ. അതുകൊണ്ട് മാത്രമായിരിക്കുമോ അദ്ദേഹത്തെ ചിലർ പീറ്റർ പാൻ എന്ന പേരിൽ വിളിക്കുന്നത്? ഒരിക്കലും വളരാത്ത ഒരു കുട്ടി എന്ന ഒരു കഥാപാത്രമായിരുന്നു പീറ്റർ പാൻ. എന്നാൽ ആ വാക്കിനോട് ചേർന്ന് മറ്റൊരു വാക്കുകൂടി ചേർത്തിട്ടാണ് പലരും മൈക്കിൾ ജാക്സനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വാക്ക് ചിലപ്പോൾ മൈക്കിൾ ജാക്സനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയേക്കാം. എന്നാലും പറയാം, പീറ്റർ പാൻ പെർവേർട്ട് എന്നായിരുന്നു ആ വാക്ക്. പെർവേർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ലൈംഗിക വൈകൃതമുള്ളയാൾ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ വാസനയുള്ളയാൾ എന്നൊക്കെയാണ്. അങ്ങനൊരു വാക്കിൽ മൈക്കിൾ ജാക്സനെ വിളിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും മൈക്കിൾ ജാക്സന് അങ്ങനൊരു പേര്? എപ്സ്റ്റീൻ ഫയൽസിൽ മൈക്കിൾ ജാക്സന്റെ പേര് വരാനുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹം ഒരു വില്ലനാണോ അതോ ചിലർ മനഃപൂർവ്വം അദ്ദേഹത്തെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കുകയാണോ? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. എല്ലാത്തിൻ്റെയും തുടക്കം 1993 1992 ജൂൺ മാസം മുതൽ 1993 നവംബർ മാസം വരെ നീണ്ടു നിന്നിരുന്ന ഒരു വേൾഡ് ടൂർ, ഡേഞ്ചറസ് വേൾഡ് ടൂർ എന്നറിയപ്പെട്ട ഒരു വേൾഡ് ടൂർ. അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വേൾഡ് ടൂർ ആയിരുന്നു. അതിൻ്റെ സ്പോൺസർ പെപ്സിയും. ഒന്നാമത്തെ വേൾഡ് ടൂർ 1987 നടന്ന ബാഡ് വേൾഡ് ടൂർ ആയിരുന്നു. ബാഡ് എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി നടത്തിയ വേൾഡ് ടൂർ. ഡേഞ്ചറസ് എന്ന മൈക്കിൾ ജാക്സന്റെ ആൽബം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്കും പ്രശസ്തമായ ആ ടൂറിനിടയ്ക്കാണ് മൈക്കിളിനെ തേടി ആ കുറ്റാരോപണം വന്നത്. 1993 ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ ഉച്ചസ്ഥായിയിൽ അദ്ദേഹം നിൽക്കുമ്പോഴാണ് അങ്ങനൊരു ആരോപണം വരുന്നത്. അതൊരു സാധാരണ ആരോപണമായിരുന്നില്ല, ഒരു സാധാരണക്കാരനെ കുറിച്ചുള്ള ആരോപണവുമായിരുന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം മതി, മൈക്കിൾ ജാക്സൺ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോക പ്രശസ്തനായ പോപ്പ് സിംഗർ. ജോർദാൻ ഷാൻലർ 13 വയസ്സുകാരനായ ആ കുട്ടിയാണ് ആരോപണങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത്. അതേ വർഷമാണ് ആദ്യമായി ജോർദാനെ മൈക്കിൾ കാണുന്നത്. ജോർദാനും അവൻ്റെ അച്ഛനായ ഇവാൻ ഷാൻലറും വളരെ പെട്ടെന്ന് തന്നെ മൈക്കിളുമായി പരിചയപ്പെടുകയും ചെയ്തു, വളരെ അടുക്കുകയും ചെയ്തു. പലതവണ മൈക്കിൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, പലതവണ മൈക്കിൾ സ്വന്തം വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുമുണ്ട്.
ജോർദാന്റെ ആരോപണം വന്നതിന് ശേഷം അതേ വർഷം സമ്മർ മുതൽ ജോർദാനെയും മൈക്കിൾ ജാക്സനെയും കുറിച്ചുള്ള പല വാർത്തകളും, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പല വാർത്തകളും പല മാധ്യമങ്ങളും പുറത്തുവിട്ടു. ഇത്തരം വാർത്തകളുടെ പ്രഷർ താങ്ങാൻ കഴിയാതെയാണ് മൈക്കിൾ ജാക്സൺ തന്റെ രണ്ടാമത്തെ വേൾഡ് ടൂർ നവംബർ മാസം പാതി വഴിയിൽ നിർത്തി തിരിച്ചു പോരുന്നത്. എന്നാൽ അതിൽ തന്റെ മറുപടി ഒരു ഡിജിറ്റൽ റെക്കോർഡായി അദ്ദേഹം പ്രേക്ഷകർക്കായി നൽകിയിരുന്നു. അതിനുശേഷമാണ് മൈക്കിൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. എന്നാൽ ആരോപണങ്ങളും വാർത്തകളും കൂടുതൽ ശക്തമാകാനാണ് അത് സഹായിച്ചത്. 9 വർഷങ്ങൾക്കിപ്പുറം 2004 മൈക്കിളിന്റെ ലോയർ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു. കുട്ടിക്കായി $20 മില്യൺ നൽകാനും മാതാപിതാക്കൾക്ക്, മാതാവിന് $1.5 മില്യൺ, പിതാവിന് $1.5 മില്യൺ ചേർത്ത് $23 മില്യൺ നഷ്ടപരിഹാരമായി നൽകാൻ. എന്നാൽ മൈക്കിളിന്റെ ലോയർ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. മൈക്കിൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഇത് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം മാത്രമാണ് എന്നും. സെറ്റിൽമെന്റിന് ശേഷവും ക്രിമിനൽ കേസ് നിലനിന്നിരുന്നു. പക്ഷേ ജോർദാൻ കോടതി സമക്ഷം ഹാജരാവാത്തതുകൊണ്ട് തന്നെ ആ കേസ് തള്ളിപ്പോവുകയായിരുന്നു. എന്നിരുന്നാലും ഈ വാർത്തകളിൽ നിറഞ്ഞ മൈക്കിൾ ജാക്സന്റെ പേര് അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. പല സ്പോൺസർമാരും അദ്ദേഹത്തെ ഇതോടുകൂടി വിട്ടകന്നിരുന്നു. പെപ്സി പോലും ഈ ആരോപണത്തിന്റെ പേരിലാണ് മൈക്കിൾ ജാക്സനെ കൈയൊഴിഞ്ഞത്. 1993 നടന്ന ഈ ആരോപണങ്ങൾക്ക് ശേഷം FBI മൈക്കിൾ ജാക്സന്റെ പിറകെയായിരുന്നു. അദ്ദേഹത്തിന്റെ നെതർലാൻഡിലേക്ക് ആരൊക്കെ വരുന്നു, അവർ എത്ര സമയം അവിടെ ചിലവഴിക്കുന്നു, അവർ എപ്പോൾ പോകുന്നു എന്നെല്ലാം FBI നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും മൈക്കിളിനോടൊപ്പം നെതർലാൻഡിലേക്ക് വന്നിരുന്നത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളായിരുന്നു. അവരെ കൊണ്ടുവന്നിരുന്നത് ജാമി മസാദ എന്ന ഇറാനിയൻ കൊമേഡിയനും അദ്ദേഹത്തിന്റെ കമ്പനിയുമായിരുന്നു എന്ന് FBI റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ജാമിയുടെ വാദം ഒരൽപ്പം വ്യത്യസ്തമാണ്. ജാമി ഒരു പ്രൊഫഷണൽ കൊമേഡിയൻ മാത്രമായിരുന്നില്ല, ഒരു ബിസിനസ് മാൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ലോ ഫാക്ടറി എന്ന കമ്പനി പലപ്പോഴും ക്യാൻസർ പോലുള്ള അസുഖം ബാധിച്ച കുട്ടികൾക്കായി അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ മൈക്കിളിനെ കാണിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. FBIയുടെ നിരീക്ഷണം അനുസരിച്ച് അവിടേക്ക് വരുന്ന പല കുട്ടികളും ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരിക്കൽ ജാമിയോടൊപ്പം വന്ന ഒരു കുട്ടിയായിരുന്നു ഗവിൻ ആർവിസോ. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗവിൻ മൈക്കിളുമായി സൗഹൃദത്തിലായി. അവർ അത്രയും അടുപ്പമുള്ള കൂട്ടുകാരായി മാറി. പലപ്പോഴും ഗവിൻ നെതർലാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിടയ്ക്ക് മുതൽ മൈക്കിൾ തന്നെ വിളിക്കാതായി എന്നും അവർ തമ്മിൽ സൗഹൃദം കുറഞ്ഞു തുടങ്ങിയെന്നും ഗവിൻ പറയുന്നു. 2002 മൈക്കിൾ വീണ്ടും ഗവിനെ വിളിക്കുന്നത് ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ്. ലിവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമാവാൻ. ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ മാർട്ടിൻ ബഷീർ ആയിരുന്നു അതിൻ്റെ ഹോസ്റ്റ്. 8 മാസത്തോളം നീണ്ട ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. ആ ഡോക്യുമെന്ററിയിൽ മൈക്കിളിന്റെ സ്ലീപ്പ് ഓവർ ഹോബിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും തൻ്റെ വീട്ടിലേക്ക് കുഞ്ഞതിഥികളെ ക്ഷണിക്കുകയും അവരെ ദിവസങ്ങളോളം അവിടെ പാർപ്പിക്കുകയും ചെയ്യുന്നത് തനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മൈക്കിൾ പറയുന്നു. അവർക്കായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ബെഡ് വിട്ടുകൊടുക്കുകയും നിലത്ത് കിടന്നുറങ്ങുകയും ചെയ്യുന്നതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും മൈക്കിൾ ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. 2003 ഈ ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത്. അത് ഒരു വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഡോക്യുമെന്ററിയുടെ ഭാഗമായിരുന്ന ഗാവിൻ്റെ അമ്മ ജാനറ്റ് പറയുന്നു, ഗാവിന് മൈക്കിൾ ജാക്സൺ സ്വന്തം അച്ഛനെ പോലെയാണ് എന്നും അങ്ങനെയാണ് മൈക്കിളിനോട് അവനും മൈക്കിൾ തിരിച്ചും പെരുമാറുന്നത് എന്നും. ആരോപണങ്ങളിൽ പറയുന്നത് പോലെ ഒരിക്കലും തൻ്റെ മകനോട് മോശമായി മൈക്കിൾ പെരുമാറിയിട്ടില്ല എന്നും അവർ പറയുന്നു. ഗാവിൻ്റെ സഹോദരിയുടെ അഭിപ്രായവും മറിച്ചായിരുന്നില്ല. എന്നാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ആ അമ്മയുടെ വാക്കുകൾ മാറി മറയുകയായിരുന്നു. താൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ട് ആരോ നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചതായിരുന്നു എന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും നെതർലാൻഡിൽ പൂട്ടിയിട്ടിരുന്നു എന്നും അവർ പറയുന്നു. എന്നാൽ ഈ ഒരു ഡോക്യുമെന്ററിയുടെ പ്രധാന ഭാഗമായിരുന്ന മാർട്ടിൻ ബഷീർ പറയുന്നു, ആരോപണങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിയല്ല മൈക്കിൾ ജാക്സൺ എന്നും ഒരിക്കലും പിഞ്ചു കുഞ്ഞുങ്ങളോട് അദ്ദേഹം ബയോളജിക്കലി ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങുന്നേ ഉണ്ടായിരുന്നല്ലോ. പ്രിവെന്റ് ചൈൽഡ് കാലിഫോർണിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗ്ലോറിൻ ഗ്രൂബർ ആ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ട് എന്നും കൂടുതൽ അന്വേഷണത്തിനായി അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നും പരാതി നൽകി.
ടോം സ്നേറ്റൻ എന്ന അറ്റോർണിയെയായിരുന്നു അതിനായി ചുമതലപ്പെടുത്തിയത്. 1993 മൈക്കിളിനെതിരെ കേസ് കൊണ്ടുപോയ അതേ വ്യക്തിയായിരുന്നു ടോം സ്നേറ്റൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു കുഞ്ഞിനോടൊപ്പം കിടക്കയിൽ കിടന്നു എന്നതുകൊണ്ട് അതൊരിക്കലും ഇല്ലീഗലായ ഒരു ക്രൈമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു. എന്നിരുന്നാലും ലോസ് ആഞ്ചലസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് ഫാമിലി സർവീസസ് അന്വേഷണം തുടർന്നു. അന്വേഷണങ്ങളെ തുടർന്ന് പിന്നീട് പലതവണ നെതർലാൻഡ് റെയ്ഡ് ചെയ്യപ്പെട്ടു. 10ൽ കൂടുതൽ കേസുകൾ മൈക്കിളിനെതിരെ ചുമത്തപ്പെട്ടു. എങ്കിലും 2005 വരെ ട്രയലുകളൊന്നും തന്നെ നടന്നില്ല. മൈക്കിളിന് വേണ്ടി കോടതിയിൽ വന്ന് സംസാരിക്കാൻ ഒരുപാട് കുട്ടികൾ തയ്യാറായിരുന്നു. അതിലേറ്റവും പ്രശസ്തനായ കുട്ടി മക്കാളെ കുൽക്കിനായിരുന്നു. അതായത് നമ്മുടെ ഹോം അലോണിലെ പയ്യൻ. 1990കളിൽ മൈക്കിൾ ജാക്സൺ തൻ്റെ വീട്ടിലേക്ക് സ്ലീപ്പ് ഓവറിനായി ക്ഷണിച്ച കുട്ടികളിൽ ഒരാളായിരുന്നു മെക്കാളെ. എന്നാൽ തനിക്ക് മൈക്കിളിൽ നിന്നും അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു മെക്കാളെ പറഞ്ഞത്. മൈക്കിളിൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ കരുതുന്നത് പോലെ ഒരു ചെറിയ സ്പേസ് അല്ല എന്നും അതൊരു ചെറിയ വീട് തന്നെയാണ് എന്നും മെക്കാളെ പറയുന്നു. മൈക്കിളിൻ്റെ ബെഡ്റൂമിൽ തന്നെ 3 ബാത്റൂമുകളും 5ഓളം കിടക്കകളും ഒരുപാട് ഫർണിച്ചറുകളും ഉള്ളതായും അദ്ദേഹം പറയുന്നു. മൈക്കിൾ ജാക്സന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേർ തയ്യാറായിരുന്നുവെങ്കിലും അതിൽ കൂടുതൽ പേർ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുമായി വന്നിരുന്നു. 2005 നടന്ന ട്രയലിൽ തെളിയിക്കപ്പെട്ടത് അതിൽ ബഹുഭൂരിപക്ഷം ആരോപണങ്ങളും കള്ളമായിരുന്നു എന്ന് തന്നെയായിരുന്നു. പല കുട്ടികളെയും രക്ഷിതാക്കൾ നിർബന്ധിച്ചായിരുന്നു ആരോപണങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടും പല ആരോപണങ്ങളും വന്നിരുന്നു. കാലങ്ങളോളം അത് നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന 14 കേസുകളിലും അദ്ദേഹം തെറ്റുകാരനല്ല എന്നായിരുന്നു ജൂറി കണ്ടെത്തിയത്. നന്നേ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ് എന്നും അതിന് മറ്റൊരർത്ഥം കൽപ്പിക്കരുത് എന്നും അദ്ദേഹത്തോട് അടുപ്പമുള്ള പലരും അഭിപ്രായപ്പെടുന്നു. കറുത്ത നിറത്തോട് അദ്ദേഹത്തിന് ഒരു വിരക്തിയുണ്ട് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം സ്കിൻ ബ്ലീച്ച് ചെയ്തത് എന്നും പലരും ആരോപിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു, വിറ്റിലിഗോ എന്ന് പറയുന്ന അസുഖത്തിലൂടെ താൻ കടന്നുപോയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബ്ലീച്ചിങ് ക്രീമുകൾ താൻ ഉപയോഗിച്ചിരുന്നത് എന്ന്. വിറ്റിലിഗോ എന്നാൽ വെള്ളപ്പാണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഏതൊരു സ്റ്റേജിലും മാസ്കും കയ്യൊറയും ഇട്ടാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കാരണമെല്ലാം വിറ്റിലിഗോ ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മരണശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഹൈഡ്രോക്കിനോനും ബെനോക്കിൻ ക്രീമും കണ്ടെത്തിയതായി പറയുന്നുണ്ട്. ഇത് വിറ്റിലിഗോ എന്ന അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം മറ്റൊരു രീതിയിലുള്ളതാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അത് വേറൊരു വാദമാണ്. അതായത് അദ്ദേഹം കാസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്ത്രീകളെ പോലെ ആയത് എന്നും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഹൈ പിച്ച് പാടാൻ സാധിക്കുന്നത് എന്നും പല ഗൂഢാലോചന സിദ്ധാന്തക്കാരും പറയുന്നു. അതെല്ലാം വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാത്രമാണ്. അദ്ദേഹം കാസ്ട്രേഷൻ ചെയ്തു എന്നതിന് ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് പ്രൂഫും ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തെ വളരെ ചെറുപ്പം മുതൽ അറിയുന്നവർ പറയുന്നു അദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതൽ തന്നെ ഹൈ പിച്ച് വോയിസ് ആണ് എന്നും അദ്ദേഹത്തിന് ഒരു ഫെമിനിൻ ടോൺ ഉണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ പ്യൂബിക് ഏജിൽ പോലും ശബ്ദം മാറുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ടോണിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നും അവർ പറയുന്നു. പിന്നെ കാഴ്ചയിൽ എന്നും ഒരു ചെറുപ്പക്കാരനായി കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ പീറ്റർ പാൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ ആഡ് ഓൺസ് കോൺസ്പിറസി തിയറിയുടെ സംഭാവന മാത്രമായിരിക്കും. അപ്പോഴും ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ലറ്റോയ ജാക്സൺ അങ്ങനെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് മൈക്കിൾ ജാക്സണെതിരെ നൽകിയത്? എപ്സ്റ്റീൻ ഫയൽസിൽ ജെഫ്രി എപ്സ്റ്റീനോടൊപ്പം മൈക്കിളിൻ്റെ ഫോട്ടോ കാണാനുള്ള കാരണം എന്തായിരിക്കും? ലറ്റോയ ജാക്സൺ, അതായത് മൈക്കിൾ ജാക്സന്റെ സഹോദരിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് എങ്കിൽ 1993 ലറ്റോയ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയത്. എന്നാൽ 2000 അതായത് ലറ്റോയ ജാക്സന്റെ ഡിവോഴ്സിന് ശേഷം അവർ പറയുന്നു സ്വന്തം ഭർത്താവിൻ്റെ ഭീഷണി പ്രകാരമാണ് അവർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയത് എന്ന്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വീട്ടിൽ ചില ശാരീരിക ഉപദ്രവങ്ങൾ കിട്ടുമായിരുന്നു എന്ന്. ഇനി എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് തന്നെയാണ് ജെഫ്രി എപ്സ്റ്റീനോടൊപ്പം കണ്ട മൈക്കിൾ ജാക്സന്റെ ചിത്രം. കഴിഞ്ഞ എപ്സ്റ്റീൻ ഫയൽസ് വീഡിയോകളിലെല്ലാം പറഞ്ഞതിൻ്റെ ഇതിവൃത്തം ഒന്ന് മാത്രമാണ്. ജെഫ്രി എപ്സ്റ്റീന് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി പല പ്രമുഖരുമായി കൂട്ടുകൂടാൻ താല്പര്യമുണ്ടായിരുന്നു.
അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നു മൈക്കിൾ ജാക്സൺ. അതുകൊണ്ട് തന്നെ മൈക്കിൾ ജാക്സനായി കൂട്ടുകൂടാനും ജെഫ്രി എപ്സ്റ്റീൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ആ ഒരു ചിത്രം. അല്ലാതെ എപ്സ്റ്റീൻ ഫയൽസുമായി മൈക്കിൾ ജാക്സന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇന്റർനെറ്റിൽ പരക്കുന്നുണ്ട്. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷവും അടിസ്ഥാനമില്ലാത്തതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ പല വിഷയങ്ങളും ആർക്കും ഒന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന വിഷയങ്ങൾ മാത്രമാണ്. പക്ഷേ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ അതിപ്രസരം മൂലം ആരും അതിനെ ശ്രമിക്കുന്നില്ല എന്നത് മാത്രം. അപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ 3 ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുമുണ്ട്. എന്തിനായിരിക്കും അപരിചിതനായ ഒരു വ്യക്തിയോടൊപ്പം സ്വന്തം കുഞ്ഞുങ്ങളെ ആ രക്ഷിതാക്കൾ സ്ലീപ്പ് ഓവറിനായി വിട്ടത്? അത്രയും കുഞ്ഞുങ്ങൾ മൈക്കിൾ ജാക്സനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമെങ്കിലും ഉണ്ടായിരിക്കില്ല. ഇനി അത്തരം ആരോപണങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കും? കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ